നമ്മൾ ഇന്ന് പഠിക്കുന്നത് മൊഡ്യൂൾ 51 ആണ്. യൂസ്ഡ് ടു ബി എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. യൂസ്ഡ് ടു ബിയുടെ റിയൽ മീനിങ് എന്ന് പറയുന്നത് ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വാസ് അല്ലെങ്കിൽ വേർ ആയിരുന്നു എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അതിന് പകരവും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഈ യൂസ്ഡ് ടു ബി എന്ന് പറയുന്ന യൂസേജ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. ഐ യൂസ് ടു ബി എൻ എഞ്ചിനീയർ. ഐ യൂസ്ഡ് ടു ബി എൻ എഞ്ചിനീയർ. അർത്ഥം, ഞാൻ ഒരു എഞ്ചിനീയർ ആയിരുന്നു. ഹി യൂസ് ടു ബി എൻ ആർട്ടിസ്റ്റ്. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ വാസിൻ്റെ അല്ലെങ്കിൽ വേറിൻ്റെ സെയിം മീനിങ് ആണ്. വാസ് ആണെങ്കിൽ നമ്മൾ ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ്, എവറിബഡി വാസ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ വേർ ആണെങ്കിൽ യു വേർ, ദേ വേർ, വി വേർ എന്നൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, പക്ഷേ നമുക്ക് യൂസ്ഡ് ടു ബി എന്ന് പറയുന്നത് ഹി ആണെങ്കിലും ഷീ ആണെങ്കിലും ഐ ആണെങ്കിലും യു ആണെങ്കിലും ഏത് സബ്ജക്റ്റിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഹി യൂസ്ഡ് ടു ബി എൻ ആർട്ടിസ്റ്റ്. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ഷീ യൂസ് ടു ബി എ ലോയർ. അവൾ ഒരു ലോയർ ആയിരുന്നു. ദേ യൂസ്ഡ് ടു ബി ഫ്രണ്ട്സ്. അവർ ഫ്രണ്ട്സ് ആയിരുന്നു. ദേ യൂസ്ഡ് ടു ബി ഫ്രണ്ട്സ്. അവർ ഫ്രണ്ട്സ് ആയിരുന്നു. ദേ യൂസ്ഡ് ടു ബി ഫ്രണ്ട്സ്. അവർ ഫ്രണ്ട്സ് ആയിരുന്നു. ഹി യൂസ്ഡ് ടു ബി ഡ്രൈവർ. ഹി യൂസ്ഡ് ടു ബി എ ഡ്രൈവർ. അദ്ദേഹം ഒരു ഡ്രൈവർ ആയിരുന്നു. ഹി യൂസ്ഡ് ടു ബി എ ഡ്രൈവർ. അദ്ദേഹം ഒരു ഡ്രൈവർ ആയിരുന്നു. ഐ യൂസ് ടു ബി എ സ്റ്റുഡൻറ്റ് ഇൻ ഇംഗ്ലണ്ട്. ഞാൻ ഇംഗ്ലണ്ടിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഐ യൂസ് ടു ബി എ സ്റ്റുഡൻറ്റ് ഇൻ ഇംഗ്ലണ്ട്. ഞാൻ ഇംഗ്ലണ്ടിലെ ഒരു വിദ്യാർത്ഥി ആയിരുന്നു. ഷീ യൂസ് ടു ബി എ ഗാർഡനർ. അവളൊരു പൂന്തോട്ടമൊക്കെ നോക്കുന്ന പരിചരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ഷീ യൂസ് ടു ബി എ ഗാർഡനർ. എവ്രിബഡി യൂസ്ഡ് ടു ബി സ്റ്റുഡൻസ്. എല്ലാവരും വിദ്യാർത്ഥികളായിരുന്നു. എവ്രിബഡി യൂസ് ടു ബി സ്റ്റുഡൻസ്. നമ്മൾ പറഞ്ഞിരുന്നു ഏത് സബ്ജക്റ്റിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? യൂസ്ഡ് ടു ബി എന്ന് പറയുന്ന യൂസേജ് ഉപയോഗിക്കാനായിട്ട് പറ്റും.